ഡിലേയ്ഡ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നേരത്തെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് നേരത്തെ നാം ഡിസ്കസ് ചെയ്തത്. ഇനി പഠിക്കാനുള്ളത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റാണ്, അഥവാ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. ചിന്താപരമായ വികസനം, ബുദ്ധിപരമായ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഒന്നാമത്തത്, യൂസ് ദ സ്റ്റുഡൻസ് പ്രിഫറൻസസ് ആൻഡ് ഇൻട്രസ്റ്റ് ടു ബിൽഡ് ലെസൺസ്. കുട്ടികളുടെ താല്പര്യങ്ങളും കുട്ടികളുടെ പരിഗണനകളും കൂടുതൽ കണക്കിലെടുക്കുക. അതിനുവേണ്ടി പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇൻപുട്ടുകൾ ശേഖരിക്കുക. പാരൻസിൻ്റെ അഭിപ്രായത്തോടെ എന്തൊക്കെയാണ് കുട്ടിയുടെ പ്രിഫറൻസുകൾ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊണ്ട് ലെസണുകൾ ഉണ്ടാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോഴാണ് കുട്ടിയുടെ കൂടുതൽ കോഗ്നീഷൻ ഡെവലപ്പ് ആവുന്നത്. അലോ സ്റ്റുഡൻറ്റ് ടൈം ടു കംപ്ലീറ്റ് ടാസ്ക്സ് ആൻഡ് പ്രാക്ടീസ് സ്കിൽസ് അറ്റ് ദെയർ ഓൺ പേസ്. കുട്ടികൾക്ക് ആവശ്യമായ സമയം കൊടുക്കുക. ഡിലേയുള്ള കുട്ടികൾ നല്ല സമയം എടുക്കും. അത് മാത്രമല്ല, അവർക്ക് അവരുടേതായ ഒരു പേസ് ഉണ്ടാകും. ഒരു സ്കില്ല് നേടിയെടുക്കാൻ ഒരു പേസ്, ഒരു വേഗത ഉണ്ടാകും. അതിന് നമ്മൾ സമയം കൊടുക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കുട്ടി പെട്ടെന്ന് പോയി ഇത് പഠിക്കണമെന്ന് ചിന്തിച്ചാൽ നടക്കില്ല. അതേപോലെ തന്നെ അക്നോളജ് ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ബൈ ബീങ് സ്പെസിഫിക്. കുട്ടിയുടെ ഓരോ അച്ചീവ്മെൻറ്റും ഓരോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റും നമ്മൾ കൃത്യമായി അക്നോളജ് ചെയ്യണം, തിരിച്ചറിയണം. അത് സ്പെസിഫിക് ആയിട്ട് തിരിച്ചറിയണം. കുട്ടി ഫൈൻ മോട്ടോർ സ്കില്ലിൽ ഇത്ര അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ ഇത്ര അച്ചീവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നത്. ബി സ്പെസിഫിക് വെൻ ഗിവിങ് പ്രൈസ് ആൻഡ് ഫീഡ്ബാക്ക്. പിന്നെ നമ്മൾ അവരെ പ്രൈസ് ചെയ്യുമ്പോഴും അവരെ അപ്രീസിയേറ്റ് ചെയ്യുമ്പോഴും ഫീഡ്ബാക്ക് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ആയിരിക്കണം. വെറുതെ ഇങ്ങനെ പ്രൈസ് ചെയ്യരുത്. ഇന്ന കാര്യത്തിനാണ് നിന്നെ ഞാൻ പ്രൈസ് ചെയ്തത്, ഇന്ന കാര്യത്തിൽ നിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്പെസിഫിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പ്രൈസ് ചെയ്യുകയും ഫീഡ്ബാക്ക് ചെയ്യുകയും ചെയ്യണം. ബ്രേക്ക് ഡൗൺ ടാസ്ക്സ് ഇൻ ടു സ്മോൾ സ്റ്റെപ്സ്. പിന്നെ ടാസ്കുകളൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായി കൊടുക്കുക, ഒന്നിച്ച് ചെയ്യാൻ പറയുന്നത്. ഡെമോൺസ്ട്രേറ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുക. ആൻഡ് ദെൻ ഹാവ് സ്റ്റുഡൻസ് റിപ്പീറ്റ് ദ സ്റ്റെപ്സ് വൺ അറ്റ് എ ടൈം. പിന്നെ കുട്ടികളോട് ആ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയാം, ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ്. ബി ആസ് കോൺക്രീറ്റ് ആസ് പോസിബിൾ. നമ്മൾ വളരെ കോൺക്രീറ്റായി പ്രവർത്തിക്കണം, വളരെ കട്ടിയായി കോൺക്രീറ്റ് ആയിട്ട് പ്രവർത്തിക്കണം. ഡെമോൺസ്ട്രേറ്റ് വാട്ട് യു മീൻ റാദർ ദാൻ ഗിവിങ് ഡയറക്ഷൻസ് വെർബലി. വായ കൊണ്ട് ഡയറക്ഷൻസ് കൊടുക്കുന്നതിന് പകരം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, കാണിച്ചു കൊടുക്കാം. ഷോ എ പിക്ചർ വെൻ പ്രസൻറ്റിങ് ന്യൂ ഇൻഫർമേഷൻ വെർബലി. നമ്മളൊരു വെർബൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഒരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി കാണിക്കാം. കുട്ടിക്ക് അത് പെട്ടെന്ന് സെൻസുകൾ പ്രവർത്തിക്കാൻ കാരണമാകും. പ്രൊവൈഡ് ഹാൻഡ്സ് ഓൺ മെറ്റീരിയൽസ് ആൻഡ് എക്സ്പീരിയൻസസ്. കുട്ടിയുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനും അതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള മെറ്റീരിയലുകൾ നമ്മൾ ലഭ്യമാക്കുക. ഷെയർ ഇൻഫോർമേഷൻ എബൌട്ട് ഹൗ തിങ്സ് വർക്ക്. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നത് കൃത്യമായി അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. കുട്ടികളെ എപ്പോഴും പെയർ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ പെയറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയെ പല രീതിയിലും സഹായിക്കാൻ സാധിക്കും. ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ക്ലാസ് റൂം റുട്ടീൻസ്. പിന്നെ ക്ലാസ് റൂമുകളിലുള്ള റുട്ടീൻസ് അഥവാ ക്ലാസ് റൂമിൽ നാം പാലിക്കുന്ന ദൈനംദിന ആക്ടിവിറ്റികൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം, തുടർച്ചയായിട്ട് തന്നെ പോകണം. ഇന്ന് നടന്നു നാളെ നടന്നില്ല. ഇപ്പോൾ പ്രയർ എല്ലാ ദിവസവും നടത്തുക. അതുപോലെ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് റുട്ടീനായിട്ട് നടക്കുമ്പോൾ കുട്ടിക്കത് ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടാകും. സെറ്റ് എ റുട്ടീൻസ് ഓർ
ദ സ്റ്റുഡൻറ്റ് നോസ് വാട്ട് ടു എക്സ്പെക്ട്. റുട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്ക് അടുത്തത് എന്താണെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. 10 മണിക്ക് പ്രാർത്ഥന, 11 മണിക്ക് ഡ്രോയിങ്, 11:30 ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ്, അതല്ലെങ്കിൽ സ്നാക്സ്. അതൊരു റുട്ടീൻ ആയാൽ മാത്രമേ കുട്ടിക്ക് അടുത്തത് ഇതാണ് എന്ന ബോധം വരുള്ളൂ. പ്രൊവൈഡ് എ വിഷ്വൽ ഷെഡ്യൂൾ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ സ്റ്റുഡൻസ്. ഫോട്ടോകൾ, വിഷ്വൽ ഷെഡ്യൂൾ, കുട്ടികൾക്ക് വിഷ്വൽ ഷെഡ്യൂളുകളുടെ ആക്ടിവിറ്റികൾ കൂടി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഫോട്ടോകളോ ഐക്കണുകളോ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റികൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. യൂസ് എ വിഷ്വൽ ടൈമർ so the student knows when an activity will be over and then can transition to the next task. ഒരു ടാസ്ക് കഴിയുമ്പോൾ കുട്ടിക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ ഒരു വിഷ്വൽ ടൈമർ എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഈ ആക്ടിവിറ്റി കഴിഞ്ഞു അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുകയാണ് എന്ന ഒരു ചിന്ത വരുന്ന രീതിയിൽ. യൂസ് ഏജ് അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ്. ഓരോ ഏജിനും സ്യൂട്ടബിളായ മെറ്റീരിയൽസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. യൂസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസസ് ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ്. വളരെ സിമ്പിളായ ഷോർട്ടായ സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഡയറക്ഷൻസ് ഫ്രീക്വൻ്റ്ലി. ഒരിക്കൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല എങ്കിലും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ആസ്ക് സ്റ്റുഡൻസ് ഈ ഫർദർ ക്ലാരിഫിക്കേഷൻ ഈസ് നെസസറി. എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരണോ എന്ന് കുട്ടികളോട് ചോദിക്കുക. കീപ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ട്രാൻസിഷൻസ് ടു എ മിനിമം. കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ടാൽ കുട്ടിക്ക് ശ്രദ്ധിക്കാനും വളരാനും സാധിക്കില്ല. ടീച്ച് സ്പെസിഫിക് സ്കിൽസ് വെരെവർ നെസസറി. ആവശ്യമായ സമയത്ത് ചില പ്രത്യേക സ്കില്ലുകൾ പഠിപ്പിക്കുക. പ്രൊവൈഡ് ആൻഡ് എൻകറേജിങ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. നമ്മൾ മോണ്ടിസോറിയിൽ പഠിക്കുന്നുണ്ട്. അഥവാ കുട്ടിക്ക് നല്ല എൻകറേജ് ചെയ്യുന്ന സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം. ക്ലാസ് റൂമൊക്കെ അത്രയും നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. നല്ല എൻകറേജ് ചെയ്യപ്പെടുന്ന ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി പഠിക്കുള്ളൂ. അതേപോലെ തന്നെ ഒരു ഓവർവെൽമ് നടക്കരുത്. കുട്ടീനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ട് വീണ്ടും 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 കണ്ടിന്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ചെയ്യരുത്. അതേപോലെ തന്നെ സ്പീക്ക് മോർ സ്ലോലി. വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. ആവശ്യമായ സ്ഥലത്ത് പോസുകൾ വെക്കുക. നിർത്തി 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 സംസാരിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ വാക്കുകൾ കുട്ടിക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. സ്പീക്ക് ഡയറക്ട്ലി ടു സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനോട് നേരിട്ട് തന്നെ സംസാരിക്കുക. ക്ലിയർ ഷോർട്ട് സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. ആസ്ക് വൺ ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം ആൻഡ് പ്രൊവൈഡ് ആഡിക്വേറ്റ് ടൈം ഫോർ സ്റ്റുഡൻസ് ടു റിപ്ലൈ. ഒരു സമയത്ത് ഒരു ചോദ്യം ചോദിക്കുക, അതിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യമായ സമയം അനുവദിക്കുക. ഇതെല്ലാം നമുക്ക് കോഗ്നിറ്റീവ് അഥവാ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റാണ്. സ്പീച്ചും ലാംഗ്വേജും നേരത്തെ നമ്മൾ പഠിച്ചതാണ്. സ്പീച്ച് ലാംഗ്വേജ് ഡിലേ വരും. അപ്പോൾ അതിനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും? ഒന്ന്, യൂസ് ലാർജ് ക്ലിയർ പിക്ചേഴ്സ് ടു റീഇൻഫോഴ്സ് വാട്ട് യു ആർ സേയിങ്. നല്ല പിക്ചറുകൾ ഉപയോഗിക്കുക. നമ്മൾ എന്താണ് പറയുന്നതിന് തെളിയിക്കാൻ വേണ്ടി കുറച്ചും കൂടി വലുപ്പത്തിലുള്ള നല്ല പിക്ചറുകളൊക്കെ ഉപയോഗിക്കുക. സ്പീക്ക് സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി. വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. ഡെലിബറേറ്റ് ആയിട്ട് സംസാരിക്കുക. അറിഞ്ഞുകൊണ്ടും നല്ല ബോധത്തോടെയും സംസാരിക്കുക. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയരുത്. പാരഫ്രൈസ് ബാക്ക് വാട്ട് ദ സ്റ്റുഡൻറ്റ് ഹാസ് സെഡ്. കുട്ടി പറഞ്ഞതിനെ വീണ്ടും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിനാണ് പാരഫ്രൈസിങ് എന്ന് പറയാം. കുട്ടി പറഞ്ഞതിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഇയാൾക്ക് മനസ്സിലായി. ക്ലാരിഫൈ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ദ സ്റ്റുഡൻറ്റ് മേ യൂസ്. അതേപോലെ ഏതെല്ലാം കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ കുട്ടികൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഈ നോൺ വെർബൽ സംവിധാനം ഉപയോഗിക്കുന്ന കുട്ടിക്ക്, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ വാക്ക് കൂടുതൽ ഉപയോഗിക്കുക. ചില കുട്ടികൾ വളരെ കുറഞ്ഞ വാക്കുകളാണ് ഉപയോഗിക്കുക.
അവർക്കൊരു ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കുക. ഒരു ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന ഒരു ഫങ്ഷണൽ സിസ്റ്റം അവിടെ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ റീഇൻഫോഴ്സ് കമ്മ്യൂണിക്കേഷൻ അറ്റംപ്റ്റ്സ്, അവരുടെ അറ്റംപ്റ്റുകളെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ബോഡി ജസ്റ്ററുകളെയും അതേപോലെ ചില വാക്കുകൾ പറഞ്ഞ് പകുതിയിലൊക്കെ അവസാനിപ്പിച്ചാൽ അറ്റംപ്റ്റിനെ വീണ്ടും അത് പൂർത്തീകരിക്കാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ ലേബൽ ഏരിയാസ് ഇൻ ദ റൂംസ് വിത്ത് വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ്, റൂമുകളെ തന്നെ നമ്മൾ ലേബൽ ചെയ്യാം, ഓരോ ഏരിയകളായിട്ട് ലേബൽ ചെയ്യാം വാക്കുകളും പിക്ചറുകളും ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കുട്ടിക്ക് പല കാര്യങ്ങളും അറിയും. നേരത്തെ പറഞ്ഞ പോലെ ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ഡ്രോയിങ് ഏരിയ, റീഡിംഗ് കോർണർ, അങ്ങനെ നമുക്ക് ലേബൽ ചെയ്യാം. യൂസ് സീക്വൻസിങ് കാർഡ്സ് ടു ടീച്ച് ഓർഡർ ഓഫ് ഇവൻറ്റ്സ്, ഒരു ഇവൻറ്റിനെ കുറിച്ച് അതിൻ്റെ ഓർഡറുകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സീക്വൻസിങ് കാർഡുകൾ ഉപയോഗിക്കുക. അതിൻ്റെ സീക്വൻസിൽ നമുക്ക് നാം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ പഠിക്കേണ്ട സീക്വൻസിൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവൻറ്റിൻ്റെ ഓർഡറുകളൊക്കെ പഠിപ്പിക്കാം. പപ്പറ്റുകൾ, പാവകൾ, പിക്ചറുകൾ, നമുക്ക് ഫിംഗർ പ്ലേ സോങ്ങുകളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് പപ്പറ്റുകളൊക്കെ കാണിച്ചാൽ കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു ഹെൽപ്പ് ചോദിക്കുന്നതിന് വേണ്ടി ഒരു പ്രൊസീജിയർ ഉണ്ടാക്കുക. ഡെവലപ്പ് എ പ്രൊസീജിയർ ഫോർ ദ സ്റ്റുഡൻറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. കുട്ടിക്ക് ഒരു ഹെൽപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ടാക്കുക. അപ്പോൾ അത് ഫോളോ ചെയ്യും. സ്പീക്ക് ഡയറക്റ്റ്ലി ടു ദ സ്റ്റുഡൻറ്റ്, നേരത്തെ പറഞ്ഞു. ബി ഗുഡ് സ്പീച്ച് മോഡൽ, നല്ല ഒരു സ്പീച്ച് മോഡൽ ഉണ്ടാക്കി കൊടുക്കുക. ഹൗ ഈസി ആൻഡ് ഗുഡ് ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ക്ലാസ് റൂം, വളരെ ഈസിയായ നല്ല ഒരു ഇൻറ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കണം. ഇൻറ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ ടോക്കല്ല. ടീച്ചറും സ്റ്റുഡൻറ്റും സംസാരിക്കുമ്പോൾ മാത്രമേ അത് ഇൻറ്ററാക്റ്റീവ് ആവുള്ളൂ. അതേപോലെ കൺസൾട്ട് എ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് കൺസേണിങ് യുവർ ക്ലാസ്, ആവശ്യമായ സമയങ്ങളിൽ ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ സമീപിക്കുക. ബി അവെയർ ദാറ്റ് സ്റ്റുഡൻസ് may require another form of communication. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് രീതി ആയിരിക്കില്ല കുട്ടി ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റുഡൻസ് may require another form of communication, അവർക്ക് വേറൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ആവശ്യമായിട്ട് വരിക. എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്കഷൻ, ക്ലാസ് റൂമിലുള്ള പാർട്ടിസിപ്പേഷനും ആക്ടിവിറ്റികളെയും നന്നായി ഡിസ്കഷനുകളെയൊക്കെ എൻകറേജ് ചെയ്യാം. മോഡൽ ആക്സെപ്റ്റൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ക്ലാസ് റൂം, കുട്ടികളെ മനസ്സിലാക്കുന്നതിനും ആക്സെപ്റ്റ് ചെയ്യുന്നതിനും ഒരു മോഡലായി പ്രവർത്തിക്കുക. പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആസ് ദ സ്റ്റുഡൻറ്റ് ഷോസ് ദ എബിലിറ്റി ടു ഡു സംതിങ് വിത്ത് ഇൻക്രീസ്ഡ് ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം കുട്ടിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് കുട്ടിക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കുട്ടിക്ക് കൊടുക്കണം. യൂസ് ജസ്റ്റേഴ്സ് ദാറ്റ് സപ്പോർട്ട് അണ്ടർസ്റ്റാൻഡിങ്, കുട്ടിക്ക് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ശരീരഭാഷ ഉപയോഗിക്കുക. വെറും നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ വെരി ഗുഡ് ഇങ്ങനെയും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്ററായി വെരി ഗുഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ ഇതായിരിക്കും മനസ്സിലാവുന്നത്. മോഡൽ കറക്റ്റ് സ്പീച്ച് പാറ്റേൺ ആൻഡ് അവോയ്ഡ് കറക്റ്റിംഗ് സ്പീച്ച് ഡിഫിക്കൽട്ടി, നല്ല കറക്റ്റ് സ്പീച്ചിങ് പാറ്റേൺ കാണിച്ചു കൊടുക്കുക. ഒരിക്കലും കുട്ടിയുടെ സ്പീച്ചിങ് ഡിഫിക്കൽട്ടി കറക്റ്റ് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് കുട്ടി ഒരു കാര്യം പറയുമ്പോൾ തെറ്റി, അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് തെറ്റുന്നതിന് പകരം അങ്ങനെയല്ല അത് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിന് പകരം അതിൻ്റെ ശരിയായ മോഡൽ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുട്ടി ആ ലെവലിലേക്ക് തന്നെ വീണ്ടും വരും. ബി പേഷ്യൻറ്റ് വെൻ എ സ്റ്റുഡൻറ്റ് ഈസ് സ്പീക്കിംഗ്, കുട്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ക്ഷമയോടെ കേൾക്കുക. ഓക്കെ, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കരുത്. ഫോക്കസ് ഓൺ ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ നടക്കണം. ആക്റ്റീവ് ലിസണിങ്, ഒരാൾ പറയുമ്പോൾ
വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ കേൾക്കുന്നതിനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വളരെ താല്പര്യം ആർക്കോ വേണ്ടിയിട്ട് ശ്രദ്ധയൊക്കെ ചില ആളുകൾ സംസാരിക്കുന്നതാണ്, വേറെ എവിടെയോ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പറയാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇൻകോർപ്പറേറ്റ് ദ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ഇൻ ടു സ്പീച്ച്. അപ്പോൾ കുട്ടികളുടെ താല്പര്യത്തെ സ്പീച്ചിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, സംസാരത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അവർ കൂടുതലും സംസാരിക്കും. അതേപോലെ തന്നെ യൂസ് സ്റ്റോറി ബുക്ക് ഷെയറിംഗ് ഇൻ വിച്ച് എ സ്റ്റോറി ഈസ് റീഡ് ടു സ്റ്റുഡൻസ് ആൻഡ് റെസ്പോൺസസ് ആർ എലിസിറ്റഡ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റോറി ബുക്ക് ഉപയോഗിക്കുക, ആ സ്റ്റോറി ബുക്ക് കുട്ടിക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് സ്റ്റോറി നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ അവരുടെ റെസ്പോൺസുകൾ എന്താണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുക. ആവശ്യമായ കമൻറ്റുകളോ പ്രൈസിംഗ് ഒക്കെ നടത്താം. അങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക. ഇനി നമുക്ക് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സാമൂഹികവും വൈകാരികവുമായ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കും? യൂസ് സ്ട്രാറ്റജീസ് ടു അസിസ്റ്റ് സ്റ്റുഡൻസ് ഇൻ സെപ്പറേറ്റിംഗ് ഫ്രം ദെയർ പാരൻസ്. പാരൻസിൻ്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി നല്ല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. സെറ്റ് എ റുട്ടീൻ ഇൻ സേയിങ് ഗുഡ് ബൈ. നമ്മൾ ഗുഡ് ബൈ പറയാനുള്ള ഒരു റുട്ടീൻ സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുഡ് ബൈ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഗുഡ് ബൈ പറയുമ്പോൾ കുട്ടി അത് പഠിക്കും. വാല്യൂ ആൻഡ് അക്നോളജ് സ്റ്റുഡൻസ് എഫേർട്സ്. കുട്ടികളുടെ ശ്രമങ്ങളെ തിരിച്ചറിയുക, അതിന് വാല്യൂ കൊടുക്കുക. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു പ്ലേ ഇൻ പ്രോക്സിമിറ്റി ടു വൺ അനദർ. മറ്റൊരാളോട് കാണിക്കുന്ന അടുപ്പം, അതിനെല്ലാം അടുപ്പങ്ങൾ കാണിക്കാനും മറ്റൊരാളോട് പ്രോക്സിമിറ്റി ഉണ്ടാക്കാനുമുള്ള അവസരങ്ങളൊക്കെ കൊടുക്കാം. അപ്പോഴാണ് കുട്ടി സോഷ്യലാവുക. അല്ലെങ്കിൽ ഇൻട്രോവേഴ്സി, ഒറ്റക്ക് ജീവിക്കുന്ന ഒരാളായിട്ട് മാറും. ആരുമായിട്ടും കൂട്ടുകൂടില്ല, സംസാരിക്കില്ല. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു ഇൻട്രാക്ട് ഡയറക്ട്ലി വിത്ത് ഈച്ച് അതർ. കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റായി ഇൻട്രാക്ട് ചെയ്യാനും ഇടപെടാനുമുള്ള അവസരങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ വർക്ക് ടു എക്സ്പാൻഡ് ദ ചൈൽഡ്സ് റെpertoire ഓഫ് സോഷ്യലി മെഡിറ്റേറ്റഡ് റീഇൻഫോഴ്സസ്. റെpertoire എന്ന് പറയുന്നത് ശേഖരങ്ങളാണ്. ഇപ്പം നമ്മൾ കുട്ടികളെ നമ്മൾ ടിക്കിൾ ചെയ്തു, ഇക്ലി ചെയ്യുക, അതേപോലെ ഒന്ന് നോക്കൂ എന്ന് പറയുക. കുട്ടി പോകുമ്പോൾ ബാക്കിൽ തന്നെ പോവുക. അപ്പോൾ കുട്ടി ഓടും. ടിക്കിൾ ചെയ്യുമ്പോൾ ഒന്ന് ചിരിക്കും. ഒന്ന് നോക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അങ്ങനെ നമുക്ക് സോഷ്യലി മീഡിയേറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്, അത്തരം ശേഖരങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അത് ഉപയോഗിച്ചുകൊണ്ട് ഇടയ്ക്കിടെ കുട്ടികളുടെ, അപ്പോഴാണ് കുട്ടിയുടെ ഇമോഷനൊക്കെ ഒന്നിച്ചെന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. എക്സ്പ്ലോർ ഫീലിംഗ് ത്രൂ യൂസ് ഓഫ് പ്ലേ. പിന്നെ കളികളിലൂടെ അവരുടെ ഫീലിങ്ങുകളെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ടീച്ച് സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ദെയർ ഫീലിങ്സ് ഇൻ ഏജ് അപ്രോപ്രിയേറ്റ് വേസ്. കുട്ടികൾക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അത് ഓരോ ഏജിലും അങ്ങനെയാണ്. ഏജ് വ്യത്യാസപ്പെടുമ്പം അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള കോച്ചിങ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. പ്രൊവൈഡ് പ്ലേ ആക്ടിവിറ്റീസ് ദാറ്റ് ഡോണ്ട് റിക്വയർ ഷെയറിങ്. ഷെയറിങ് ചെയ്യാത്ത ഒരുപാട് പ്ലേ ആക്ടിവിറ്റീസ് കൊടുക്കുക കയ്യിൽ. ഷെയർ ചെയ്യേണ്ടതില്ല. അത് ഉദാഹരണത്തിന് ഇപ്പം മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സ്റ്റുഡൻസ് ഇപ്പം സ്വന്തമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് എല്ലാം അവരുടെ കയ്യിലുണ്ടാവും. അതേപോലെ സാൻഡ്, വാട്ടർ പ്ലേ. ഇപ്പോൾ മണ്ണ് കൊണ്ട് കളിക്കുമ്പോൾ ഒരാൾക്കും മണ്ണ് അവരവരുടെ മണ്ണ് അവർക്ക് കൊടുക്കാം, അവരത് ഷെയർ ചെയ്യേണ്ടതില്ല. അതേപോലെ വാട്ടർ പ്ലേ ആണെങ്കിൽ ഇപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു കളിയാണെങ്കിൽ വെള്ളം, ഒരു കുപ്പി വെള്ളം, ഓരോ കുപ്പി വെള്ളവും ഓരോ കുട്ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ അവരവരുടെ വെള്ളം അവരവർ ഉപയോഗിക്കുന്നു. Ask students to imagine how their behavior might affect others. കുട്ടികളോട് ചോദിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കണേ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ മറ്റൊരാളെ എങ്ങനെ ബാധിക്കും. ഒരു ഉദാഹരണങ്ങൾ പറയാം. നിങ്ങളിപ്പോൾ ഒരാളെ ഇങ്ങനെ പിച്ചാണ്,
അപ്പോൾ അത് മറ്റൊരാളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയാം. ഹാവ് സ്റ്റുഡൻസ് മേക്ക് എ ഫ്രണ്ട് ബുക്ക് ഉണ്ടാക്കാൻ പറയണം. ഫ്രണ്ട്സ്, അതിലാരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കമൻറ്റ് ഓൺ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് ദ സ്റ്റുഡൻറ്റ് ഈസ് ഡൂയിങ്. അതേപോലെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി കമൻറ്റ് ചെയ്യുക, അത് വിവരിക്കുക സ്പെസിഫിക് ആയിട്ട്. ഇപ്പോൾ അർജുൻ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ്, അതൊരു കമൻ്റാണ്, സ്പെസിഫിക് കമൻ്റാണ്. അങ്ങനെ കമൻറ്റ് ചെയ്യണം. വെൻ ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ് in as few words as possible and use a calm not angry voice. ഇനി എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ, കുട്ടികൾ തമ്മിൽ അടിപിടിയോ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അരുണും അഷറഫും തമ്മിൽ അടിയുണ്ടായല്ലേ, നിങ്ങൾ അടിയുണ്ടാക്കിയല്ലേ എന്ന് വളരെയധികം കാമായിട്ടുള്ള ദേഷ്യത്തിലല്ലാത്ത വോയിസിൽ നമ്മൾ പറയാം. പോയിൻ്റ് ഔട്ട് കോൺസിക്വൻസസ് ഓഫ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ. കുട്ടി ഇങ്ങനെ പെരുമാറിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ കുട്ടി ഇങ്ങനെ, എൻ്റെ ബിഹേവിയർ ഇങ്ങനെ ആണെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസാണ്, അനന്തരഫലങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കൊടുക്കുക. ബ്രെയിൻ സ്റ്റോം ബെറ്റർ ചോയ്സസ് വിത്ത് സ്റ്റുഡൻസ്. കുട്ടികൾക്ക് അവരുടെ മുമ്പിലുള്ള ഒരുപാട് അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ അവസരങ്ങളാണ് നിങ്ങൾക്കുള്ള ചോയ്സുകൾ, നിങ്ങളുടെ മുമ്പിലുള്ള ചോയ്സസ് എന്തൊക്കെയാണെന്നത്. യൂസ് ലാംഗ്വേജ് ടു ഡിസ്ക്രൈബ് ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ അവരുടെ ഫീലിങ്സും അനുഭവങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ലാംഗ്വേജ്, അത് ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കുക. പുട്ട് ദ സ്റ്റുഡൻസ് ഫീലിങ്സ് ഇൻ ടു വേർഡ്സ്. അവരുടെ ഫീലിങ്സിനെ വേർഡ്സ് ആക്കി മാറ്റുക. ഇപ്പോൾ ഫീലിങ്സ് ചില സമയത്ത് അവർ മുഖത്ത് ആ ഫീലിംഗ് ഉണ്ടാവും, പക്ഷെ അത് വാക്കുകൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യാം. റീഡ് ബുക്സ് അബൌട്ട് ഫീലിങ്സ്. ഫീലിങ്സിനെ കുറിച്ചുള്ള ബുക്കുകൾ വായിക്കുക. എക്സ്പ്ലെയിൻ യുവർ റീസൺസ് ഫോർ ലിമിറ്റ്സ് ആൻഡ് റൂൾസ് ഇൻ ലാംഗ്വേജ് ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ചില റൂളുകൾ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ചില റൂളുകളുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, അങ്ങനെ ലിമിറ്റ് വെക്കാനുള്ള റീസൺ എന്താണ് എന്ന് സ്റ്റുഡൻസിന് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞു കൊടുക്കുക. മോഡൽ ദ ബെനിഫിറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ കോപ്പറേറ്റിംഗ്. പിന്നെ ഒരു കോപ്പറേറ്റിംഗ് അഥവാ സഹകരണ മനോഭാവം അല്ലെങ്കിൽ സഹകരണം കൊണ്ട് അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ഇൻവോൾവ്മെൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. യൂസ് നാച്ചുറൽ കോൺസിക്വൻസസ് വെൻ പോസിബിൾ ടു റീഇൻഫോഴ്സ് കോസ് ആൻഡ് എഫക്റ്റ് ഇൻവോൾവ്ഡ് ഇൻ എ റൂൾ, റിക്വസ്റ്റ് ഓർ ലിമിറ്റ്. പിന്നെ നമ്മൾ സാധാരണ ഒരു റൂള് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഒരു ലിമിറ്റ് എന്നിവ വെക്കുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് എന്നും കൂടി നമ്മൾ, നാച്ചുറൽ കോൺസിക്വൻസ് എന്താണ് എന്നും നമ്മൾ അവർക്ക് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ടീച്ച് സ്റ്റുഡൻസ് വേർഡ്സ് ഫോർ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ആൻഡ് തിങ്സ്. പിന്നെ അതേപോലെ കുട്ടികൾക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുക. അത് പ്രധാനപ്പെട്ട ആളുകൾക്ക്, പ്രധാനപ്പെട്ട തിങ്സ്, കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡുകൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കത് സഹായിക്കും. അപ്പോൾ അത്രയാണ് നമുക്ക് ഡിലേഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ഭാഗങ്ങളായി പഠിച്ചെടുത്തത്. ഓക്കെ, താങ്ക് യു.